സമയം 4:50. ഞങ്ങളിതാ അജ്മീറിൽ നിന്ന് ഇറങ്ങി. ഇവിടെ പാലത്തിൻ്റെ അടിയിൽ ഞങ്ങൾക്ക് അജ്മീർ ടു സൂറത്ത് ബസ്സുണ്ട്. ഞങ്ങൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വിശപ്പ്. ഇനിയും ബസ്സിന് 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന് നടന്ന് കാണുന്ന സ്ഥലം. അപ്പോൾ ഒരു പത്തക്കാൻ്റെ ഒരു ഇച്ചയുണ്ട്. അങ്ങനെ അതിലടുത്ത് വന്ന് തിന്നാൻ ചോദിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. തിന്നാൻ ചോദിച്ച് അവർ തന്ന് കിലോ 20 കേട്ടോ. ഫുള്ള് തിന്ന് 10 കാണുതാ. 2 പീസ് ബാക്കി. പൈസ കൊടുക്കേ 100 ആ. ഓ എന്ത് ചുവന്ന കളർ നോക്കിയാ. വെറുതെ ഒന്ന് കളർ നോക്കിയാ നിങ്ങൾ. ഇത് മധുരം എന്ന് പറയുന്ന സാധനം. അടിപൊളി സാധനം. ഒരു ചേട്ടനാന്ന് നല്ല സപ്പോർട്ടാട്ടോ ആള്. ഞാൻ മുറിച്ചരാന്ന് വെച്ചാൽ മുറിച്ചരാന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വന്ന് കഴിച്ച് അടിപൊളി. ഇപ്പോൾ ലോങ് പോകുന്ന ബസ്സുകളൊക്കെ നിർത്തുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സഫർ ട്രാവൽസിൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 5:30 മണിയൊക്കെ ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 5:30 മണിയാവാനായിട്ടുണ്ട്. സാധാരണ അങ്ങനത്തെ ബസ്സിലായിരിക്കും ഞങ്ങളുള്ളത്. നോൺ AC ബസ്സാണ് ഞങ്ങൾക്ക് കിട്ടിയത്. സ്ലീപ്പറാണ്, നോൺ AC ആണ്. AC ആണെങ്കിൽ ഇതേപോലത്തെ അടിപൊളി വോൾവോൻ്റെയും അശോകൻ്റെ ബസ് ഉണ്ടാവുമായിരുന്നു. എന്തായാലും ഞങ്ങളിതാണ് എടുത്തത്. നോൺ AC സ്ലീപ്പർ. എവിടെയാണാവോ വിളിക്കുന്നിടത്ത് കാത്തിക്കാണ് വെയിറ്റിങ്. അതിൻ്റെ ഇടയിൽ ബാത്റൂം പോകാൻ പിടിച്ച്. ഇവിടെ പള്ളിയൊന്നും കാണുന്നില്ല കേട്ടോ. പള്ളി മുസ്ലിം പള്ളിയൊന്നും കാണാനേ ഇല്ല. ഞാൻ അവസാനം നോക്കിയാൽ അവിടെ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട്. അവിടെ പോയി കാര്യം സാധിച്ചു വന്ന്. പമ്പുള്ളത് ഭയങ്കര ഉപകാരം. അത്യാവശ്യം ക്ലീനൊക്കെ ഉള്ളൊരു ബാത്റൂമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബസ് കയറി. 7 മണിക്ക് ബസ് കയറി. 6:30 ബസ് കയറി. ഞങ്ങളിനി നമ്മുടെ പ്രധാനമന്ത്രി മോദിയുടെ നാട്ടിലേക്ക് പോവാണ്. ഗുജറാത്തിലോട്ട്, സൂറത്തിലോട്ടാണ് ഈ ബസ്സുള്ളത്. സൂറത്തിന് എന്ത് ചെയ്യണമെന്ന് ഐഡിയ ഇല്ല. ഞങ്ങളിതാ ഇപ്പോൾ സമയം 8:45. ഇവിടെ ഒരു ഹോട്ടലിൽ ഫുഡൊക്കെ നിർത്തിയിട്ടുണ്ട് ബസ്. അവിടെ ചായയൊക്കെ വെയിറ്റ് ചെയ്യാൻ നിഷ്പാന് പണിക്കാരന്. ഉള്ളിൽ പോയിട്ട് കൗണ്ടറിൽ പോയിട്ട് ക്യാഷ് കൊടുത്ത് ടോക്കൺ എടുക്കണം. ചായക്ക് ഇങ്ങനെ പച്ച കളർ ടോക്കണ്, പിന്നെ ഓരോ ഫുഡിനും കറി അങ്ങനെ എന്തൊക്കെയോ കളർ ടോക്കനാണ്. നെഷ്ബാന് നേരെ ഇങ്ങോട്ട് വന്ന്, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. നെഷ്ബാന് നേരെ ഇങ്ങോട്ട് വന്ന് അയാൾക്ക് ഇങ്ങനെ ഇത് കൊടുത്ത് ഓൻ കരുതി ഇയാൾ ചായക്കാരൻ. ഇതിങ്ങനെ കാണിച്ചപ്പോൾ അല്ലേ അയാൾ നേരെ ഓൻ്റെ കയ്യിലേക്ക് നാലിലോട്ട് തമ്മിൽ നെഷ്ബാൻ അട്ടം നോക്കുന്ന സംഭവം. അപ്പോൾ അയാൾ പറഞ്ഞു നിൻ്റെ ബാഗ് ഉണ്ട്, ഞാൻ പണിക്കാരനെ നിർത്തി. അയാൾ ചീത്തറിഞ്ഞു പോയി. ആദ്യം അവൻ ചൂടായി. പിന്നെ ഓനും കോമഡി. കണ്ടക്ടർ, ഹോട്ടൽ പണിക്കാരനെല്ലാം ആയി. ചായ റെഡി ആയിക്കൊണ്ടുണ്ട്. ഇവല്ല ബസ്സിൽ കയറിയ ബസ്സിൽ കയറിയിട്ട് എല്ലാവരും വിളിച്ച സൗണ്ടാക്കി വിളിച്ചു കഴിഞ്ഞാണ്. 1/2 മണിക്കൂർ ഇവിടെ നിർത്തുന്നുണ്ട് എല്ലാവരും കഴിഞ്ഞാൽ പറഞ്ഞിട്ട്. ആത്മാർത്ഥമുള്ള പണിക്കാരനാണ് അവന്. ഞങ്ങളെല്ലാം ഒന്നാകിരുന്ന് കഥ പറയുമ്പോൾ ഒരുത്തിന് ഫോണിന് തോന്നിയിരിക്കുന്നുള്ളത്. അതാ കാര്യമായി ചാറ്റ് കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടില്ലേ ചാറ്റിങ്ങിലാണുള്ളത്. ചാറ്റിങ്ങിൽ ഇനിയിപ്പോ തിരിക്കുന്നു. ഇപ്പൊ തിരിക്കാടുന്ന അവിടെ എന്തായാലും ഡിലീറ്റിന്റെ ഓപ്ഷനിൽ കൊടുത്ത് ഇപ്പൊ തിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഇത് എല്ലാ അതിനെ പറഞ്ഞില്ല. ഫസ്റ്റ് ആൾക്ക് ഡിലീറ്റ് ആക്കിയിട്ടായി ഇല്ലെങ്കിൽ സ്പോട്ടിലാക്കട്ടില്ലേ പറയുമ്പോഴൊക്കെ എന്നെ നെക്കിയിട്ടല്ലായിട്ട് കൊടുത്തു. ലേറ്റ് വെളുത്ത് കൊടുത്തു. നിഷ്ബാന് കൂട്ടിലിരുന്നിട്ട് ഈ പാന്റ് എന്ത് ഫാൻ്റെ പിന്നെ ഫാൻ്റെ എന്തിനാ ഫാന്റ് നോക്ക്. എല്ലാവരും ഫാന്റ് നോക്കണം. ഞാൻ നേരെ വീഡിയോ തെളിവ് സമയം 7:40. ഒരു ചായ ബ്രേക്ക്. ഇത്ര ബസ് നോക്കിയാൽ ഹോട്ടലിന് പുറത്ത് ഇവിടെ വന്ന ബസ്സുകളൊക്കെ ഉണ്ടാകും. നല്ല വോൾവോൻ്റെ ബസ്സുകളാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന ബസ് ഇതാണ് ഞങ്ങളുള്ള ബസ്. നോൺ AC സ്ലീപ്പറാണ്. ഇതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. രാത്രി പിന്നെ ഫുള്ള് ആൾക്കാരുടെ ഉള്ളിൽ കാണിച്ചു തരാൻ പറ്റില്ല. ഡ്രൈവർ ക്യാബിന്
അശോക് ലൈലാൻഡിൻ്റെ ബസ്സാണ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ ഇവിടുന്ന് ഇങ്ങനെ താഴെ ഒറ്റ ഹൈറ്റ് ഫുൾ ഹൈറ്റ് കൂട്ടിയിട്ട് വീണ്ടും ഇനി ഇങ്ങനെ ഹൈറ്റാണ്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഞങ്ങൾ ഇതോടെ പോയി ഞങ്ങൾ ക്യാബിന് കാണിച്ചുതരാം. ഇതിങ്ങനെ നടന്ന് വരുന്ന ഏരിയ. ഈ താഴെയുള്ള ആൾക്കാർ ഇവിടെ തന്നെ അങ്ങനെ കിടക്കണം, മനസ്സിലായോ? ഇത് നമ്മൾ നടന്ന് വരുന്ന ഏരിയ. ഇത് ക്യാബിന് ഇവിടെ തന്നെ കിടക്കാൻ. ഞങ്ങൾ ഇത് ഒരാൾക്കുള്ളത്, ഇപ്പോൾ സൈഡ് രണ്ടാൾക്കുള്ളത്. ഞങ്ങൾക്ക് ഇത് ഈ സൈഡാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഇവിടെ അപ്പുറത്ത് അങ്ങനെയൊക്കെ ആയിട്ട് രണ്ടാ കിടക്കാനുള്ള സൗകര്യം നോക്കിയാൽ ഇത് ഹൈറ്റുണ്ട്. ഇത് രണ്ടാ കിടക്കാനുള്ളത്. ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നൊരു ഐഡിയയും കിട്ടിയില്ല. ഫസ്റ്റ് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ നല്ല രസമായി. ഞങ്ങളോട് ചുറ്റും കൂടെ താഴെ ഇങ്ങനെ ഇരുന്ന് മൊത്തത്തിൽ ഇരുന്ന് കഥയും പറഞ്ഞ് തിന്ന് ഇങ്ങനെ രാത്രി കുറേ സമയം 10-12 വരെ ഞങ്ങളിങ്ങനെ ഉണ്ടായിരുന്നു. ரொம்ப രസമാണ്. പക്ഷെ എന്ത് കൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നുണ്ടോ? സമയം വൈകുന്നേരം 4:30 മണിയാവാൻ. ഇപ്പം ഞങ്ങളുള്ളത് മുംബൈ റെയിൽവേ സ്റ്റേഷനിലാണ്. ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ നാട്ടിൽ പോയിട്ട് അവിടുന്ന് ഗുജറാത്ത് കറങ്ങി, സൂറത്ത് കറങ്ങി, പിന്നെ ഇപ്പോൾ മഹാരാഷ്ട്ര ഇവിടെ ലോക്മാന്യ തിലകിലുണ്ട് ഇവിടുത്തെ ഒരു ട്രെയിന്. ഈ ട്രെയിനിലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വരാനുള്ളത്. ജനറലിലേക്ക് പോകുന്ന ആൾക്കാർ. അപ്പോൾ ഇതിനിടയിൽ കുറേ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇതിനിടയിൽ സംഭവിച്ച കുറേ കാര്യങ്ങൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. അതൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ സമയം പോലെ പിന്നീട് പറഞ്ഞു തീർക്കാം. അതല്ലാതെ ഫുള്ള് കോമഡി ഉണ്ട്, സീരിയസ് ഉണ്ട്, ഇറങ്ങി ഓടലുണ്ട്, ചാടലുണ്ട്, തട്ടിപ്പിൽ പെട്ടതുണ്ട്. പക്ഷെ മലയാളീസ് തട്ടിപ്പാക്കാനായിട്ടില്ലല്ലോ, കുറച്ച് പണിയുണ്ടല്ലോ. ഇപ്പം ഞങ്ങൾ തിരക്കൂട്ടി പോകുന്ന അങ്ങോട്ട് വെച്ചാലേ എന്തെങ്കിലും ഫുഡ് കിട്ടണം. നിന്നോടല്ലടാ ഇതിലടാ, എന്തെങ്കിലും ഫുഡ് കിട്ടണം. ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചതാണ്. ഇന്ന് രാവിലെ ചായയും കടിയും അങ്ങനത്തതൊക്കെ തിന്നല്ലാതെ ശരിക്കൊരു ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ട്. ഇനിയിപ്പോൾ ഈ ട്രെയിന് ഇപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിലെടുക്കും. അപ്പോൾ എനിക്കോളം എന്തെങ്കിലും ഫുഡ് വാങ്ങിയിട്ട് കഴിക്കണം, അതാണ് പ്ലാൻ. ട്രെയിനിൻ്റെ ലാസ്റ്റ് ഫ്രണ്ടിലൊക്കെ തന്നെ നടന്നിട്ട് ഒരു വസ്തുവില്ല. കാണുന്നുള്ളത് വാട്ടർ ATM ആണ് കേട്ടോ. ഇപ്പോൾ എല്ലാത്ത ഉപകാരമാണ്. ഇവിടെ ക്ലോസ് ആണ്. വല്ലാത്ത ഉപകാരമാണ് ഈ സാധനം. കാരണം പെരും ചൂടാണ് നോർത്തിലൊക്കെ, അൺസൈക്കബിൾ ചൂടാണ്. നമ്മളൊരു കുപ്പി വെള്ളം വാങ്ങാൻ എത്ര വട്ടം വാങ്ങും. അതുകൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. അപ്പോൾ ഈ വാട്ടർ ATMൽ നമ്മളൊരു കുപ്പി കൊടുത്താൽ 5 രൂപയേ ഉള്ളൂ. അപ്പോൾ അത് പല പ്രാവശ്യം ഞങ്ങൾ നിറച്ചിട്ടുണ്ട്. വല്ലാത്ത ഉപകാരമാണ് ഈ സാധനം. നമ്മുടെ നാട്ടിലൊന്നും കാണാനേ ഇല്ല. ഇവിടെ ഫുഡൊന്നും ഇല്ലല്ലോ. ആടാ എന്തെങ്കിലും വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാൽ കുറച്ച് ഫുഡ് വരുമ്പോൾ തിന്നാം. സമയം 3 മണി, പുലർച്ചെ 3 മണി. ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ നമ്പർ 221-13 ലോക്മാന്യ തിലക് ടു ട്രിവാൻഡ്രം നോർത്ത്. ഞങ്ങൾക്ക് സ്ലീപ്പർ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ജനറലാണ് യാത്ര ചെയ്യുന്നില്ല. മുംബൈയിൽ നിന്ന് ജനറലിൽ കാസർഗോഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ട്രെയിനിൻ്റെ ജനറൽ കാണിച്ചു തരാം. എനിക്ക് ആണ് ജനറൽ. എല്ലാവരും കിടക്കണം. ഇതാണ് ജനറലിൻ്റെ അവസ്ഥ. എല്ലാവരും കിടന്നുറങ്ങിയാണ്. ഞങ്ങൾ മരുവിഷയൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അത് ഞങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഇങ്ങനെ കിടന്നുറങ്ങി വന്നത്. സമയം 3 മണി, ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഞങ്ങൾ കാസർഗോഡ് എത്തും. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്ലീപ്പർ കിട്ടാത്തതിൻ്റെ വിഷമമുണ്ടായിരുന്നു. ട്രെയിന് കയറുമ്പോൾ മനസ്സിലായത് സ്ലീപ്പർ കിട്ടാത്തതിൻ്റെ വിഷമമൊന്നുമില്ല. ഒക്കെ പോയി. നല്ല സുഖമല്ലേ ഓരോരുത്തർ ഓരോ സീറ്റിൽ കിടന്നുറങ്ങിയാൽ വരുന്നുള്ളത്. അഗൈൻ ട്രെയിൻ നമ്പർ 221-13 ലോകമാന്യ തിലക് ടു ട്രിവാൻഡ്രം നോർത്ത്. യാത്രയിൽ നിസ്കാരമാണ് ചില സമയത്ത് നല്ലോണം ബുദ്ധിമുട്ടാകുന്നത്. ഇപ്പോൾ നോക്കി പ്രശ്നമൊന്നുമില്ല, ആരുമില്ല. അയാൾക്ക് സുഖത്തിൽ നിസ്കരിക്കാൻ പറ്റും. എല്ലാവരും കിടന്നുറങ്ങാം. ഇവിടെ ഉള്ളതൊക്കെ ഏകദേശം മലയാളീസാണ്. അപ്പോൾ ധൈര്യത്തിൽ നിസ്കരിക്കാം. കഴിഞ്ഞ ദിവസമൊക്കെ
നിസ്കരിക്കുമ്പോൾ പേടിച്ച് ഇരുന്നിട്ട് അങ്ങനെ അറിയാത്ത രൂപത്തിൽ നിസ്കരിച്ചു. കാരണം ഞങ്ങൾ 3-4 ആൾക്കാരേ ഉള്ളൂ. ആൾക്കാരൊക്കെ മനസ്സെങ്ങനത്താണെന്ന് അറിയില്ലല്ലോ. ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ വഴിയിലൊന്നും നിസ്കരിക്കുകയാണെങ്കിൽ ഇരുന്നിട്ട് ഞങ്ങൾക്കുള്ള സീറ്റിലൊക്കെ അങ്ങനെയൊക്കെ നിസ്കരിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമാണ് ഇവിടെ കുറച്ചുള്ളത്. ഞങ്ങൾ കിടന്നുറങ്ങിയവരല്ല, ഞങ്ങൾക്ക് സീറ്റുണ്ട്, ഇവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരമൊക്കെ ഒഴിവാക്കാതെയുള്ള യാത്രകളാണ് എപ്പോഴും ചെയ്യേണ്ടത്. ഞങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം 8:45. ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കാനായി. എല്ലാവരും പാക്കിങ്ങിലാണ്. ഒരുത്തന് കിളി മാറിയിട്ടുണ്ട്, ഒരുത്തന് ഫുള്ള് പാക്കിങ് ഉണ്ട്. പാക്കാക്കുന്നുണ്ട്. എന്തെല്ലാം ഉണ്ടാന്നോ ആരെല്ലാം ഫുള്ള് പരിക്കത്തിന് 9 മണിയാവാന്. അങ്ങനെ അവസാനം 17 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം കാസർഗോഡ് എത്തി. എത്ര ദിവസമായിട്ട് കാസർഗോഡ് കയറിയിട്ട്? എത്ര ദിവസമായി കയറിയിട്ട്? വിളിച്ചിട്ട് 2 ദിവസം. നിങ്ങൾ എത്ര? 5 ദിവസം. പിന്നെ ഞാൻ 3 ദിവസം. നിങ്ങൾ എത്ര ദിവസം? എത്ര 5 ദിവസമായി നിങ്ങൾ വിളിച്ചിട്ട്. ഏതായാലും ഞങ്ങൾ കാസർഗോഡ് എത്തി. ഞങ്ങൾ വന്ന ട്രെയിൻ 221-13 സജസ്റ്റ് ചെയ്യുന്നുട്ടാ. മുംബൈയിൽ നിന്ന് വരാണ്ടെങ്കിൽ 17 മണിക്കൂർ യാത്ര, ഓരോരുത്തരും ഓരോ സീറ്റിൽ കടന്നുറങ്ങി വന്ന്, അതും ജനറൽ. ഇത് പെട്ടെന്ന് ഒന്ന് ചോദ്യം ഉണ്ടാവും. നാളെ വോട്ടാണ്, അപ്പോൾ വോട്ട് പുറത്ത് കളയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതിലേക്കൊരു വര ഇടാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് 2 ദിവസം, പ്രതീക്ഷിച്ചതിനേക്കാൾ 2 ദിവസം മുമ്പ് എത്തിയത് വോട്ടിന് വേണ്ടിയിട്ടാണ്. ടിക്കറ്റ് ഇട്ടിട്ടുണ്ടോ? എന്തിനാ ഇന്നത്തെ ടിക്കറ്റാ? ഇപ്പത്തെ ടിക്കറ്റാ? തിരക്കേറിയും കൊല്ലും നിന്നെ. നമ്മളെ തിരുവത്തള്ളി നമുക്കില്ല. ലാസ്റ്റ് ഒരു സെൽഫിയും കൂടെ എടുത്തിട്ട് ഒരു പിരിച്ചലുണ്ട്. എല്ലാവരും 4 വഴിക്ക്, 4 ആൾക്കാർ 4 വഴിക്ക് പോകുന്നു.